Okay, good morning students. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മൊബിലൈസിങ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഓക്കെ, മൊബിലൈസിങ് ഫിനാൻഷ്യൽ റിസോഴ്സസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ റിസോഴ്സസ് ഫിനാൻഷ്യൽ റിസോഴ്സസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഒരു ബിസിനസ് നടക്കണമെങ്കിൽ ഫിനാൻസ് ഈസ് മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമ്മൾ ഫസ്റ്റ് മൊബിലൈസിങ് ഫിനാൻഷ്യൽ റിസോഴ്സസ് എന്ന് പറഞ്ഞ യൂണിറ്റിൽ എന്താണ് നോക്കുന്നത്? നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് അല്ലേ. ഒരു ഫിനാൻഷ്യൽ റിസോഴ്സസിൻ്റെ ആവശ്യം എന്താണ് ഒരു ബിസിനസ്സിന് എന്നുള്ളത് തന്നെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഫിനാൻസ് ഈസ് റിക്വയർഡ് ബൈ ബിസിനസ് ഫോർ നോട്ട് ഓൺലി ടു മീറ്റ് ദയർ സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് കോസ്റ്റ് ബട്ട് ഓൾസോ ഫോർ മീറ്റിംഗ് ദ ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻസ് അല്ലേ. ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ മാത്രമാണോ ഫിനാൻസ് ആവശ്യം? അല്ല. നമ്മൾ ഒരു ഹ്യൂമൻ ബീങ്സിന് ഡേ ടു ഡേ ആവശ്യങ്ങൾക്ക് ഡെയിലി നമുക്ക് ക്യാഷ് ആവശ്യമുണ്ട്. അതേപോലെ തന്നെയാണ് ഒരു ബിസിനസ്സിന് നമ്മൾ ഫിനാൻസ് എന്ന് പറയുക. ബിസിനസ്സിന് ഫിനാൻസ് അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് ആവശ്യമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് എന്താ പറയുക ടൂളാണ് ഫൈനാൻസ് എന്ന് പറയുന്നത്. ഫൈനാൻസ് ഈസ് ടു എസ്റ്റാബ്ലിഷ് എ ബിസിനസ് ടു റൺ ടു മോഡേണൈസ് ഇറ്റ് ടു എക്സ്പാൻഡ് ഓർ ഡൈവേഴ്സിഫൈ അല്ലേ. ഒരു ബിസിനസ്സിനെ മോഡേണൈസ് ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും അതിനെ എന്താ പറയുക എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ ഫൈനാൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ്. ദെൻ ഫൈനാൻസ് ഈസ് റിക്വയർഡ് ഫോർ ദ ഫോളോയിങ് പർപ്പസസ്. എന്തിനൊക്കെയാണ് ഒരു ഫൈനാൻസ് ആവശ്യമായിട്ടുള്ളത്? ബിസിനസ്സിൽ നമ്മൾ ഒത്തിരി ഡേ ടു ഡേ ആവശ്യങ്ങൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞെങ്കിലും എന്തൊക്കെ കാര്യത്തിനാണ് മെയിൻ പർപ്പസസ് എന്തിനൊക്കെയാണ് ഫൈനാൻസ് ആവശ്യമായിട്ടുള്ളത്? ഫസ്റ്റ് വൺ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു ബിസിനസ്സിന് ഫിക്സഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക്, അതായത് മെഷീനറി പർച്ചേസസിന്, ടെക്നോളജീസ്, അങ്ങനെയുള്ള കാര്യം നമ്മൾ ഫിക്സഡ് ആയി ഒരു ബിൽഡിംഗ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുന്നതിന് അതിൻ്റെ ഇക്വിപ്മെൻറ്റ്സ് കാര്യങ്ങൾക്ക് അങ്ങനെയുള്ള എല്ലാ കോസ്റ്റിനും നമുക്ക് എന്താവശ്യമായിട്ടുണ്ട്? ഫൈനാൻസ് ആവശ്യമാണ്. ദെൻ സെക്കൻഡ് വൺ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ആണെങ്കിൽ പ്രൊഡക്ഷൻ്റെ ഡേ 1 തൊട്ട് നമ്മൾ പറയും അതിൻ്റെ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആവുന്നത് വരെയുള്ള ഒരു പീരീഡ് ഉണ്ട്, വർക്കിംഗ് പീരീഡ് അല്ലേ. അതായത് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു, അവിടുന്ന് അതിനെ ഒരു പ്രോഡക്റ്റിലേക്ക് ഒരു കംപ്ലീറ്റ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നത് വരെയുള്ള ഒരു വലിയൊരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ. അതേപോലെ എംപ്ലോയീസിൻ്റെ സാലറി കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഒരു മിനിമം ഫണ്ട് നമ്മൾ മാറ്റി വയ്ക്കണം. അത് ഫിനാൻസ് ഉണ്ടായിരിക്കണം. അതിൽ ചിലപ്പോൾ നമ്മളൊരു സാധനം തുടങ്ങി ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് ഉണ്ടാവും, നമുക്കത് നിന്ന് പോകാം, അത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങുന്നു. അപ്പോൾ ആ സമയത്തുള്ള ലാഗിങ് അങ്ങനെയുള്ള എല്ലാ ബിസിനസ്സിൻ്റെ ഓവറോൾ ഡേ ടു ഡേ കാര്യങ്ങൾ മീറ്റ് ചെയ്യാനുള്ള ഒരു ഫൈനാൻസിനെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 രീതിക്കാണ് നമുക്ക് ഫിനാൻസ് ആവശ്യമായിട്ടുള്ളത്. ദെൻ സോഴ്സസ് ഓഫ് ഫിനാൻസ്. ഏതൊക്കെ സോഴ്സസിലാണ് നമുക്ക് ഫൈനാൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്? അതായത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ബിസിനസ്സിലേക്ക് ഫൈനാൻസ് വരുന്ന സോഴ്സസ്. ഫസ്റ്റ് വൺ എന്താണ്? ഓൺ ദ ബേസിസ് ഓഫ് 3 സോഴ്സസ് ആണ് പറയുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ്റെ ബേസിൽ വരുന്നുണ്ട്, ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ഓൺ ദ ബേസിസ് ഓഫ് ജനറേഷൻ ഓഫ് ഫണ്ട് ജനറേഷനിൽ. ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷനിൽ എങ്ങനെയാണ് വരുന്നത്? 2 ടൈപ്സ് ആണുള്ളത്. 3 ടൈപ്പ് വരുന്നുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ്റെ ബേസിൽ നമുക്ക് 3 ടൈപ്പായിട്ടാണ് വരുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഷോർട്ട് ടേം സോഴ്സസ്, ദെൻ ലോങ് ടേം സോഴ്സസ്, അതിൻ്റെ നടുവിൽ മീഡിയം ടേം, ലോങ് ടേം, മീഡിയം ടേം, ലോങ് ടേം. അങ്ങനെ 3 ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ അതാ ഷോർട്ട് ടേം ആയിട്ടും മീഡിയം ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും നമുക്ക് ക്യാഷ് റേസ് ചെയ്യുന്നത്. ഷോർട്ട് ടേം സോഴ്സസ് എന്ന് പറയുമ്പം നോട്ട് എക്സീഡിങ് 1 ഇയർ, ഒരു വർഷത്തിൽ കൂടാത്ത സ്റ്റാർട്ടപ്പ് ഒക്കെ ഉണ്ടാവില്ലേ ചില ബിസിനസ്. ചിലത് നമ്മൾ ഈ ഒരു 1 ഇയറിലേക്ക് മാത്രമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ചില പ്രൊഡക്ഷൻസും എൻ്റർപ്രൈസസ് ഉണ്ടായിരിക്കും. അതായത് നോട്ട് എക്സീഡിങ് 1 ഇയർ ആണ് ഷോർട്ട് ടേം പീരീഡ് വരുന്നത്. അതിൽ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്? ട്രേഡ് ക്രെഡിറ്റ്, ബാങ്ക്സ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, ഫാക്ടറിങ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വരുന്നതാണ് അതിൽ വരുന്നത്. അതിലാണ് നമ്മൾ ഷോർട്ട് ടേം ഫൈനാൻസ് എന്ന് പറയുന്നത്. അതായത് സീസണൽ ബിസിനസ് അങ്ങനെയുള്ള ബിസിനസ്സൊക്കെ തുടങ്ങുന്നതിനുള്ള ഡ്യൂറേഷൻ. ദെൻ മീഡിയം ടേം. മീഡിയം ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയം ടേം ഫിനാൻസ് ആർ യൂസ്ഡ് ഇൻ ബിസിനസ് വെൻ ദ ഫണ്ട്സ് ആർ റിക്വയർഡ് ഫോർ പീരീഡ് ഫോർ മോർ ദാൻ 1 ഇയർ ബട്ട് ജനറലി അപ് ടു 3 or 5 ഇയേഴ്സ് അല്ലേ. ഒരു 1 ഇയറിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവും. മാക്സിമം എത്ര ഉണ്ടാവും? ഒരു 3 to 5 ഇയേഴ്സ്. 3 to 5 ഇയേഴ്സിന് വരെയുള്ള അങ്ങനൊരു ഫിക്സഡ് പീരീഡിലേക്ക് തുടങ്ങുന്ന ബിസിനസ്സാണിത് മീഡിയം ടേം ഫിനാൻസ് എന്ന് പറയുന്നത്. അതിലേക്ക് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ നമ്മൾ എന്താ
ലോൺ ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നമുക്ക് ലോൺ തരുന്നുണ്ട്. ദെൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് വാങ്ങാം. പബ്ലിക് ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കാം. ലീസിങ് ഫൈനാൻസിങ് ലീസിലെടുത്തിട്ട് അങ്ങനെ നമ്മൾ ഫണ്ട് റേസ് ചെയ്തിട്ട് തുടങ്ങുന്നതാണ് ഓൺ ദ മീഡിയം ടേം സോഴ്സസ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ എന്താണ്? ലോങ് ടേം സോഴ്സസ്. ലോങ് ടേം സോഴ്സസ് എന്ന് പറഞ്ഞാൽ 1 ഇയർ എക്സീഡ് ആവുകയും ചെയ്യും. ഒരു ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കുമോ അല്ലേ? അതായത് when funds are required for period of more than 5 years are known as long term അല്ലേ? 5 ഇയേഴ്സിന് മേലെ വന്നാൽ അത് ലോങ് ടേം സോഴ്സസ് ആണ്, ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കാം. പിന്നെന്താണ്? The long term finance is generally required to purchase fixed assets in the അല്ലേ? അപ്പോൾ ഒരു ലോങ് ടേം ബിസിനസ്സിലേക്കാണെങ്കിലാണ് നമ്മളൊരു ഫിക്സഡ് അസറ്റ്സ്, അതായത് വലിയ വലിയ ഹ്യൂജ് എമൗണ്ടിൽ നമ്മൾ ഫിക്സഡ് മെഷീനറീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വാങ്ങി വയ്ക്കുന്നത്. അത് നമുക്ക് എന്താണ് ലോങ് ടേം ഒരു ബിസിനസ് കുറേ കാലത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. നമുക്ക് ഇന്ന സമയം നിർത്തണം എന്നുള്ള ഇതായിരിക്കില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് ഫണ്ട് റേസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്? ലോങ് ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ലോൺ ചെയ്യാം. ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട്, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട്, റീറ്റെയിൽഡ് ഏർണിങ്സ്. ഇതൊക്കെ കൊമേഴ്സ് പഠിച്ച സ്റ്റുഡൻസിന് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിലൂടെയൊക്കെയാണ് അവരെന്ത് ചെയ്യുക? ഫണ്ട് അല്ലെങ്കിൽ ഫിനാൻസ് റേസ് ചെയ്യുക. ഷെയർസ്, അതായത് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് എന്നൊക്കെ കേട്ടിട്ട് ഡിബഞ്ചേഴ്സ് അതൊക്കെ ഇഷ്യൂ ചെയ്യും ഒരു കമ്പനി. അതൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് എന്ത് ചെയ്യും? നമുക്ക് ഫണ്ട് റേസ് ചെയ്തിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുക. പിന്നെ നമ്മൾ ലീസ് എടുക്കുന്നു, അതേപോലെ ലോൺ എടുക്കുന്നു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ നിന്നൊക്കെ. ആ രീതിക്കാണ് ബിസിനസ്സിനെ കൊണ്ടുപോകുന്നതിനാണ് നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ്റെ ബേസിൽ ബിസിനസ് കൊണ്ടുപോകുന്നത്. ദെൻ രണ്ടാമത്തത് എന്താണ്? ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്. രണ്ടാമത്തെ ഫിനാൻസ് സോഴ്സ് ചെയ്യുന്നത് ഓണർഷിപ്പിൻ്റെ ബേസിൽ. അതിലെങ്ങനെയാണ് വരുന്നത്? 2 ടൈപ്സ് ആണ്. അതായത് ഓണേഴ്സ് ഫണ്ടും ദെൻ ബോറോഡ് ഫണ്ടും. രണ്ട് ഫണ്ടിലൂടെയാണ് നമ്മൾ ഫൈനാൻസ് റേസ് ചെയ്യുന്നത്. ഒന്ന് ഓണേഴ്സ് ഫണ്ടും ദെൻ ബോറോഡ് ഫണ്ടും. ഓണേഴ്സ് ഫണ്ടിൽ എങ്ങനെയാണ്? പേഴ്സണൽ സോഴ്സസ് ഓഫ് ഫിനാൻസ്, ഇക്വിറ്റി ഷെയർസ് ഓർ ഇക്വിറ്റി ക്യാപിറ്റൽ, റീറ്റെയിൻഡ് ഏർണിങ്സ്. ഈ 3 രീതിക്കാണ് നമ്മൾ അതിൽ ഫണ്ട് റേസ് ചെയ്യുന്നത്. അതായത് ഓണേഴ്സിൻ്റെ സ്വയം ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ വഴിയിട്ട് അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ്. ദെൻ ബോറോഡ് ഫണ്ട്. രണ്ടാമത്തെ സോഴ്സസ് ബോറോഡ് ഫണ്ടാണ്. ബോറോഡ് ഫണ്ടിൽ എങ്ങനെയാണ്? സമ്മൺ എൽസ്, അതായത് വേറൊരാളുടെ അടുത്ത് നിന്ന് നമ്മൾ കടം വാങ്ങിയിട്ട്. എങ്ങനെയാണ് കടം വാങ്ങുന്നത്? ഒന്നെങ്കിൽ ആരുടെ അടുത്തു നിന്നൊക്കെ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാം. കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ അടുത്തുനിന്ന്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അടുത്ത് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട്, ഫ്രണ്ട്സോ റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്ന് കടം വാങ്ങാം, അല്ലെങ്കിൽ പബ്ലിക് ഡെപ്പോസിറ്റ്സിൽ നിന്ന്. അങ്ങനെയൊക്കെ ആ രീതിക്കൊക്കെ, അതായത് വേറെ അനദർ പേഴ്സൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിന്നൊക്കെ കടം വാങ്ങിയിട്ട് ബോറോഡ് രീതിക്ക് നമുക്ക് ഓണർഷിപ്പ് ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫൈനാൻസ് റേസ് ചെയ്തെടുക്കാം. മൂന്നാമത്തെ കാറ്റഗറി എന്താ? ഓൺ ദ ബേസിസ് ഓഫ് ജനറേഷൻ ഓഫ് ഫണ്ട്. ജനറേഷൻ ഓഫ് ഫണ്ടിൽ എങ്ങനെയാണ് ഫിനാൻസ് റേസ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ എന്താണ്? ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് ഫണ്ട്. ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് ഫണ്ടിൽ വരുന്നത് എങ്ങനെയാണ്? ഇക്വിറ്റി ഷെയർസ് ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ്. ആ 2 രീതിയിലാണ് ഇൻറ്റേർണലി നമ്മൾ, അതായത് ഇക്വിറ്റി ഷെയർസ് ഒക്കെ ഒരു ഓണറിൻ്റെ കയ്യിലുള്ളതായിരിക്കണം. അപ്പം അയാൾ ഇൻറ്റേർണലായിട്ട് ഫണ്ടിനെ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് എന്താ പറയുക, ഇൻറ്റേർണലി ഫണ്ട് റേസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് ഫണ്ടിൽ പറയുന്നത്. അതിൽ ഏത് രീതിക്കാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് ഇഷ്യൂ ചെയ്തിട്ട്. രണ്ടാമത്തതാണ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഫണ്ട്. എക്സ്റ്റേണൽ എന്താ? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് സം എക്സ്റ്റേണൽ ഓർഗനൈസേഷനെന്നോ അല്ലെങ്കിൽ പാർട്ടീസിന്നോ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്നോ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഫണ്ടിനെ റേസ് ചെയ്തെടുക്കുന്നത്. അത് ഏതൊക്കെ രീതിക്കാണ്? ലോൺസ് ഫ്രം ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ ഇതൊക്കെ തന്നെ വരിക. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ലോൺ എടുക്കാം, പബ്ലിക് ഡെപ്പോസിറ്റ്സ് കൊടുത്തിട്ട്, ഡിബഞ്ചേഴ്സ് കൊടുത്തിട്ട്, ദെൻ കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്തിട്ട്, ട്രേഡ് ക്രെഡിറ്റ്, അങ്ങനെ ആ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്റ്റേണൽ സോഴ്സസ് നിന്ന് ഫണ്ട് ജനറേറ്റ് ചെയ്യാം. അതിനാണ് നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് ജനറേഷൻ ഓഫ് ഫണ്ട്. അപ്പോൾ ഈ 3 രീതിയിലാണ് നമ്മൾ സോഴ്സസ് ഓഫ് ഫിനാൻസ് വരുന്നത്. ഈ 3 രീതിയിൽ തന്നെ ഇവരെ ഓരോ രീതിയിൽ ഓണർഷിപ്പിലും ഡ്യൂറേഷനിലും ജനറേഷൻ ഓഫ് ഫണ്ടിലും ഏതൊക്കെ രീതിയിൽ നമ്മൾ റേസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നോക്കി. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഡീറ്റെയിൽസ് ഓഫ് വാരിയസ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. അതായത് ഫൈനാൻസ് എന്താ പറയുക, സോഴ്സസ് ഓഫ് ഫൈനാൻസിൻ്റെ വേരിയസ് സോഴ്സസ് ആണ് നമ്മൾ നോക്കുന്നത് ഫൈനാൻസ് റേസ് ചെയ്യാനുള്ളത്. എങ്ങനെയാണ്? ഫസ്റ്റ് വൺ ട്രേഡ് ക്രെഡിറ്റ്. ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
Trade credit is very common from credit which is used in the business. Trade credit is a credit which is generally extended by one trader to another for various goods and services in their business. അതായത് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ എവിടെയോ നമ്മൾ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട് ഡ്യൂറേഷനിൽ അല്ലേ. ഡ്യൂറേഷനിൽ ഷോർട്ട് ടേം പീരീഡിലേക്ക് നമ്മൾ ട്രേഡ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണ്. അതൊരു ഷോർട്ട് ടേം ഡ്യൂറേഷൻ ഓഫ് ഫണ്ടാണ്. ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വേറൊരാളുടെ അടുത്തുനിന്ന്, അതായത് വേറൊരു അനദർ ട്രേഡർ എടുത്തുനിന്ന് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുക. ഓക്കെ, നമ്മളെപ്പോലത്തെ ഒരു വേറെ ട്രേഡർ ഉണ്ടാവും. ആ ട്രേഡർ അടുത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്ന ട്രേഡ് ക്രെഡിറ്റ് രീതിയിൽ വരുന്നത്. ദെൻ രണ്ടാമത്തേതാണ് ഫാക്ടറിങ്. ഫാക്ടറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാക്ടറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ബൈ ബാഡ് ഡെബ്റ്റ്സ് ലോസസ് ഫ്രം ദ ഫേം ഇഫ് ദ മെത്തേഡ് ഈസ് ഫാക്ടറിങ് is a non resource recourse method. അതായത് നമുക്ക് ബാഡ് ഡെബ്റ്റ്സ് ഉണ്ടായിരിക്കാം അല്ലേ. ഒരു ബിസിനസ്സിന് ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടം, നമുക്ക് കൊടുത്തിട്ട് സാധനങ്ങൾ പോയിട്ടുണ്ടാവും, പണം കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ നമ്മളെ ബിസിനസ്സിന് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അത് മീറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈനാൻസ് റേസ് ചെയ്യുന്നതിനെ, ഫിനാൻഷ്യൽ സർവീസസ് അവരുടെ അടുത്തു നിന്നൊക്കെ ഫൈനാൻസ് കളക്ട് ചെയ്യുന്നതിനെ ഫാക്ടറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൈൻഡ് ഓഫ് ഫൈനാൻഷ്യൽ സർവീസ് ആണ് ഈ ഫാക്ടറിങ് എന്ന് പറയുന്നത്. ഈ ബാഡ് ഡെബ്റ്റ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ മീറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഓക്കെ, വേരിയസ് കൈൻഡ്സ് ഓഫ് സർവീസസ് ലൈക്ക് ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല് ഡിസ്കൗണ്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ക്ലയൻറ്റ് സ്റ്റെപ്സ്, കളക്ഷൻ ഓഫ് ക്ലയൻറ്റ് സ്റ്റെപ്സ്, ആ രീതിക്കൊക്കെയാണ് ഫാക്ടറിങ്ങിൽ വരിക. ബില്ലിൽ ഡിസ്കൗണ്ട് കൊടുക്കുക, നമ്മൾ ഓവർ ഹ്യൂജ്, നമ്മൾ അത്രയും പ്രോഫിറ്റിനെ ഒക്കെ കുറച്ചിട്ട്. ഓക്കെ, ഫാക്ടറിങ് മെത്തേഡിൽ. ദെൻ മൂന്നാമത്തത് കൊമേഴ്ഷ്യൽ പേപ്പർ. കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്തിട്ട് എങ്ങനെയാണ് ഫണ്ട് റേസ് ചെയ്യുക. കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് ഫണ്ട് ഫോർ ഷോർട്ട് ടേം പീരീഡ് ടു മീറ്റ് അല്ലേ. അതും കൊമേഴ്ഷ്യൽ പേപ്പറും നമ്മൾ എന്തിനാ ഷോർട്ട് ടേം പീരീഡിലേക്കാണ് അതും ഇഷ്യൂ ചെയ്യുന്നത്. അതിലെങ്ങനെയാണ് ഫണ്ട് റേസ് ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ പേപ്പർ മേ ബി ഗുഡ് സോഴ്സസ് ഫോർ ഗെറ്റിംഗ് ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട്സ് ബട്ട് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഫണ്ട്, ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫണ്ട് കിട്ടാനും പക്ഷേ ഷോർട്ട് ടേം പീരീഡിലേക്ക് ആവാനും ഉള്ളൊരു സാധ്യത ഉണ്ട്. ഓക്കെ, ദെൻ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത്, ഡിബഞ്ചറൊക്കെ നമ്മൾ പഠിച്ചതല്ല. നമ്മൾ ഒരു കമ്പനിയിൽ ഡിബഞ്ചർ ഉണ്ടാവും, ഇക്വിറ്റി ഷെയർസ് ഉണ്ടാവും, പ്രിഫറൻസ് ഷെയർസ് ഉണ്ടാവും. അത് മൂന്ന് ഞാൻ ഒന്നിച്ച് പറയുകയാണ്. അപ്പോൾ അത് ഇഷ്യൂ ചെയ്തിട്ട് ഡിബഞ്ചേഴ്സൊക്കെ കൊടുത്തിട്ട് അത് കളക്ട് ചെയ്യുന്ന ആളിൽ നിന്ന് നമുക്ക് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഡിബഞ്ചേഴ്സ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ. ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിബഞ്ചറിന് നമ്മളൊരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ഇൻട്രസ്റ്റ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അതായത് ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുന്ന ആൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ ഇഷ്യൂ ചെയ്യണം നമ്മുടെ കമ്പനീൻ്റെ പ്രോഫിറ്റിൽ നിന്ന്. ദെൻ ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്തത്. ദെൻ പേഴ്സണൽ സോഴ്സസ് ഓഫ് ഫിനാൻസ്, അതായത് പേഴ്സണലി അയാൾ വേറെ എന്തെങ്കിലും അത് സോഴ്സസൊക്കെ കണ്ടുപിടിച്ചിട്ട് ഫൈനാൻസ് റേസ് ചെയ്യുന്നത്. അതൊരു വേരിയസ് ഇതാണ്. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ റീറ്റെയിൻഡ് ഏർണിങ്സ്. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് എന്താണ്, റീറ്റെയിൻഡ് ഏർണിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ട്. ദെൻ ലീസിങ് ഫിനാൻസ്, ഫൈനാൻസ് ലീസിന് എടുക്കുക, അത് കടം വാങ്ങുക. പബ്ലിക് ഡെപ്പോസിറ്റ്സ് ഇഷ്യൂ ചെയ്തിട്ട്, ഇതൊക്കെ കോമൺ ടേമാണ്. പബ്ലിക് ഡെപ്പോസിറ്റ് എന്നാൽ പബ്ലിക്കിൻ്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും കാര്യം എന്താ പറയുക ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കുക. ജനറൽ പബ്ലിക്, അതായത് ഡയറക്ട്ലി റേസ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദ ജനറൽ പബ്ലിക് അല്ലേ. ജനറൽ പബ്ലിക്കിൽ നിന്ന് ഡയറക്ട്ലി നമ്മൾ ഡെപ്പോസിറ്റ്സ് റേസ് ചെയ്യുന്നതിനാണ് പബ്ലിക് ഡെപ്പോസിറ്റ്സിൽ വരുന്നത്. ദെൻ എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നിന്ന്, അതേപോലെ അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിന്ന്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ രണ്ടാണ്. അവിടുന്ന് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാം. ലോണാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ പറഞ്ഞ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, കടം വാങ്ങാം. റീറ്റെയിൻഡ് ഏർണിങ്സിൽ എങ്ങനെയാണ് വരുന്ന പോർഷൻ ഓഫ് പ്രോഫിറ്റ് വിച്ച് ഈസ്, അതായത് നമ്മളെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ മാറ്റി വയ്ക്കാം, അതായത് ബിസിനസ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അതൊരു സോഴ്സസ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ഫൈനാൻസ് ആണ്. നമുക്ക് കമ്പനീൻ്റെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുന്ന സമയത്ത് അത് മീറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് റീറ്റെയിൻഡ് ഏർണിങ്സിൽ ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പറഞ്ഞു, പബ്ലിക് ഡെപ്പോസിറ്റ്സിൽ വരുന്നത്. പിന്നെ ഇൻവെസ്റ്റേഴ്സിന് വെഞ്ചർ ക്യാപിറ്റലിൽ നിന്ന് ക്രൗഡ് ഫണ്ടിങ് അല്ലെ, ക്രൗഡ് ഫണ്ടിങ് നടത്തിയിട്ട് ഡെഫേർഡ് ഇൻകം. അങ്ങനെ ഇത്രയും രീതിയിലാണ് 16 സോഴ്സസ് നമ്മൾ പറഞ്ഞു. ആ വേരിയസ് സോഴ്സസ് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കമ്പനി ഫൈനാൻസ് റേസ് ചെയ്യുന്നത്.